ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ചെസ് ഒളിമ്പ്യാഡ് 2024, ചെസ് ഒളിമ്പ്യാഡ് 2024. അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട്, ചെസ് ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യക്ക് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം കിട്ടിയിരിക്കുകയാണ്. അതും ഡബിൾ സന്തോഷമെന്ന് പറയാം. കാരണം ഇരട്ട സ്വർണ്ണമാണ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. അതായത് വനിതാ വിഭാഗത്തിനും സ്വർണം കിട്ടി, പുരുഷ വിഭാഗത്തിനും സ്വർണം കിട്ടി. ഇതാദ്യമായിട്ടാണ് വനിതാ വിഭാഗത്തിനും ഇന്ത്യക്ക് സ്വർണം കിട്ടുന്നതും പുരുഷ വിഭാഗത്തിനും ഇന്ത്യക്ക് ചെസ്സിൽ സ്വർണം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വന്നത് ചെസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചെസ് കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് പറയാം. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ വനിതാ വിഭാഗവും ഇന്ത്യൻ പുരുഷ വിഭാഗവും സ്വർണം നേടിയെന്നതിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കായിക രംഗത്ത് നിന്നും വന്നിരിക്കുന്നതെന്ന് പറയാം. ചെസ് ഒളിമ്പ്യാഡ് 2024 നടക്കുന്നത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ്. ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ് എന്ന നഗരം. ഹംഗറിയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ്. മനോഹരമായ ഡാനൂബ് നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ വർഷത്തെ ചെസ് ഒളിമ്പ്യാഡ് നടക്കുന്നത്. ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷനാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചെസ് ഒളിമ്പ്യാഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് ചെസ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. ചെസ് ഒളിമ്പ്യാഡിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1924 ആദ്യത്തെ ചെസ് ഒളിമ്പ്യാഡ് നടന്നത്. പക്ഷേ അത് അനൗദ്യോഗികമായ ഒളിമ്പ്യാഡായിരുന്നു. കാരണം പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അതൊരു അനൗദ്യോഗികമായൊരു പരിപാടിയായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. 1924 പാരീസിലാണ് ആദ്യമായി നടന്നെങ്കിലും ആദ്യത്തെ ഔദ്യോഗികമായ ചെസ് ഒളിമ്പ്യാഡ് നടന്നത് 1927 അത് ലണ്ടനിൽ വെച്ചായിരുന്നു നടന്നത്. 1927 പിന്നീട് ക്രമാതീതമായ ഇടവേളകളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1950 മുതൽ 2 വർഷത്തിലൊരിക്കലായിട്ട് ഇത് വെട്ടി ചുരുക്കുകയായിരുന്നു. 1950 തൊട്ട് 2 വർഷത്തിലൊരിക്കലായി പിന്നീട് ചെസ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. 1957 ആദ്യത്തെ വനിതാ ചെസ് ഒളിമ്പ്യാഡ് നടക്കുന്നത്. അത് യമനിൽ വെച്ചായിരുന്നു നടന്നത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് വരുന്നു. ഇപ്പോഴിതാ ഹംഗറിയിൽ നടക്കുന്നു. ഹംഗറി ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്നത്. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. ഇന്ത്യൻ ചെസ് പ്രേമികളെ, അല്ലെങ്കിൽ ഇന്ത്യൻ ചെസ് കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്നൊരു വാർത്തയാണ് ഹംഗറിയിൽ നിന്ന് പുറത്തു വന്നതെന്ന് പറയാം. കാരണം ഇത്തരത്തിലെ ഡബിൾ സ്വർണം അല്ലെങ്കിൽ ഇരട്ട സ്വർണം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ചെസ് ഭാവിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് ചെസ് സംഘാടകരും കണക്കിലെടുക്കുന്നത്. കാരണം യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഇതൊരു ശുഭാപ്തി വിശ്വാസം നൽകുമെന്നും കൂടുതൽ ആളുകൾ ചെസ്സിലേക്ക് വരുമെന്നും അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. പ്രജ്ഞാനന്ദ ഉൾപ്പെടെയുള്ള പുത്തൻ താരോദയങ്ങൾ ചെസ്സിലുണ്ട്. അവരൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി നേട്ടങ്ങളാണ് അവരൊക്കെ നേടിയെടുക്കുന്നത്. ഈ ചെസ് ഒളിമ്പ്യാഡിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ടീമായിരുന്നു സ്വർണം കിട്ടിയതും. അങ്ങനെ അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ ഇനി പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുമെന്നാണ് ചെസ് ഫെഡറേഷൻ ഇതുവഴി കണക്ക് കൂട്ടുന്നത്. ഈ ചെസ് ഒളിമ്പ്യാഡിനെ സംബന്ധിച്ചിടത്തോളം 195 രാജ്യങ്ങളിൽ നിന്നാണ് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നത്. 195 രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 1884 മത്സരാർത്ഥികളാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലായിട്ട് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ഒളിമ്പ്യാഡിൽ, അതായത് 1927 നടന്ന ഔദ്യോഗികമായ ആദ്യത്തെ ഒളിമ്പ്യാഡിൽ 16 രാജ്യങ്ങളിൽ നിന്നായിരുന്നു മത്സരാർത്ഥികൾ പങ്കെടുത്തതെങ്കിൽ അത് 2014 ആയപ്പോഴേക്കും 172 രാജ്യങ്ങളായി. ഇപ്പോഴത്തെ 2024 ആയപ്പോഴേക്കും 195 രാജ്യങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളാണ് ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത്. ചെസ് ഒളിമ്പ്യാഡ് ആരംഭിച്ചത് സെപ്റ്റംബർ 10 അവസാനിക്കുന്നത് സെപ്റ്റംബർ 23. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.